വളരെ വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേമികൾക്കും വളരെ ഏറെ സുപരിചിതനാണ് ബിനു അടിമാലി. ഇടുക്കിയുടെ തനത് സംസാര ശൈലിയും കൗണ്ടറുകളുമാണ് ബിനുവിനെ വ്യത്യസ്തനാക്കിയതും. സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയുമാണ് ബിനു തൻ്റെ മിനി സ്ക്രീനിൽ സ്ഥാനം ഉറപ്പിക്കുന്നതും. പക്ഷേ ബിനു അടിമാലിയുടെ ബോഡി ഷേമിംഗ് കോമഡികൾ പ്രേക്ഷകർക്ക് വളരെ എതിർപ്പുമാണ്. ഇത് പലവട്ടം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാമറ തല്ലിപ്പൊട്ടിച്ച് ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് ബിനു അടിമാലി വീണ്ടും വാർത്തകളിലും നിറയുന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും. ബിനു അടിമാലിയുടെ പേഴ്സണൽ സ്റ്റാഫായ യുവാവിനാണ് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത്. സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചുവെന്നും ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നു. ഞങ്ങൾ തമ്മിൽ ചേട്ടനനിയൻ ബന്ധമായിരുന്നു എന്നാണ് ജിനേഷ് പറയുന്നത്. അദ്ദേഹത്തിന് അപകടം പറ്റിയ ശേഷം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി ശുശ്രൂഷിച്ചിരുന്നത് ഞാനാണ്. ഞാൻ വീട്ടിൽ പോലും പോകാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആശുപത്രിയിൽ വെച്ച് ചെയ്യുകയുണ്ടായി. ആ സംഭവത്തിന് ശേഷം ബിനു അടിമാലി മരിച്ച സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു. സുധിയുടെ വീട്ടിൽ പോയപ്പോൾ ബിനുച്ചേട്ടൻ വീൽ ചെയർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹം പൂർണ്ണമായും നടക്കാൻ സജ്ജനായിരുന്നു. എന്നാൽ ഇതൊക്കെ സിമ്പതി പിടിച്ചു കെട്ടാൻ വേണ്ടി മാത്രം വീൽ ചെയർ ഉപയോഗിച്ചാണ് സുധിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് മരണശേഷം എത്തിയതും. സുധിച്ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാറിൽ നിന്നിറങ്ങുന്ന ഫോട്ടോയും വീഡിയോയും നീ എടുക്കണമെന്നും അതിൽ സാഡ് BGM കയറ്റി അപ്ലോഡ് ചെയ്യണമെന്നും എന്നൊക്കെ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ വീഡിയോ മൊത്തം അവിടെ കവറും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ബിനുച്ചേട്ടൻ്റെ അടുത്ത സുഹൃത്തിന് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊടുത്തിരുന്നു. എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം ഞാൻ ബിനുച്ചേട്ടനോട് പറഞ്ഞിരുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇതിൽ പിന്നെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കായതും. കൂടാതെ അദ്ദേഹത്തിൻ്റെ പല പേഴ്സണൽ കാര്യങ്ങളും എനിക്ക് പുറത്തു പറയാം. പക്ഷേ ഞാനത് പറയുന്നില്ല. 3 വർഷം ബിനുച്ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത ആളാണ് ഞാൻ. അതിനുശേഷം പിണങ്ങിപ്പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായതെന്നും പോലീസ് സ്റ്റേഷനിലെത്തിയ സത്യാവസ്ഥ പറയുകയുമുണ്ടായി. അതിനുശേഷമാണ് എനിക്ക് ഉപദ്രവവും കാര്യങ്ങളും ഏൽക്കേണ്ടി വന്നത്. വലിയൊരു ഉപദ്രവം തന്നെയാണ് എനിക്ക് അവിടെ വെച്ച് ഏൽക്കേണ്ടി വന്നത്. ചാനലിൻ്റെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് എന്നെ വിളിപ്പിച്ചത്. ബിനുച്ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടതും ഒരു റൂമിലേക്ക് വലിച്ചിട്ട് ക്യാമറ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിച്ച് എന്നെ ഉന്തിയിട്ടിട്ട് ചവിട്ടിക്കൂട്ടി. അവിടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകൾ ഓടി വന്ന് ഡോർ തല്ലിപ്പൊളിച്ചാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഞാൻ വീണ്ടും പോലീസിൽ പരാതിപ്പെട്ടു. കേസുമായി ബിനുച്ചേട്ടനെ അറസ്റ്റും ചെയ്യുകയുണ്ടായി. പിന്നീടാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. അദ്ദേഹം ഇപ്പോൾ എന്നെ കൊല്ലുമോ എന്നുള്ള ഭയത്തിലാണ് ഞാനെന്നും പറയുന്നു. എന്നാൽ ഇതിന് പ്രതികരണവുമായി ബിനു അടിമാലി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.